أرواحنا وإلى حضرة من دفنوا في هذا البلد من المؤمنين والمؤمنات. اللهم اغفر لهم وارحمهم وتقبل حسناتهم وتجاوز عن سيئاتهم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ ഖൈരി ഖൽഖില്ലാ. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയമുള്ള ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, നബിദിന കമ്മിറ്റി ഭാരവാഹികൾ, മറ്റു രക്ഷിതാക്കൾ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വവും പ്രകീർത്തനങ്ങളും മദ്ഹുകളും പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൻ്റെ ശരീഅത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വളരെ മഹത്തായ വേദിയിലാണ് നാം സമ്മേളിച്ചിരിക്കുന്നത്. നാമൊക്കെ മനസ്സിലാക്കിയതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം മൗലിദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാം ആഘോഷിക്കുന്നത് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വങ്ങൾ പറഞ്ഞും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തും അതേപോലെ തന്നെ സ്വതക്കയും ഇങ്ങനെ പരിശുദ്ധ ഇസ്ലാം എന്തൊക്കെ മഹത്തരമായി കൽപ്പിച്ചിട്ടുണ്ടോ ആ മഹത്വങ്ങളൊക്കെ നിർവഹിക്കാനും അവ പ്രചരിപ്പിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹ സന്ദേശങ്ങൾ മാലോകർക്ക് മുഴുവനും അറിയിക്കാനും വേണ്ടിയാണ്. നമ്മുടെ ഈ സദസ്സിനെയും നമ്മുടെ എല്ലാ സദസ്സുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ഖൈർ പ്രചരിപ്പിക്കുന്ന സദസ്സായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നിവിടെ സ്വാഗത ഭാഷണം നടത്തേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട ഹസൈനാർ മാസ്റ്റർ KM അവർകളാണ്. അദ്ദേഹം ചില അസൗകര്യങ്ങൾ അറിയിച്ചതുകൊണ്ടാണ് ഞാനിവിടെ സ്വാഗതം പറയാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നത്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഉദുമ പടിഞ്ഞാറ് എന്നുള്ളത്, ഒതോത്ത് എന്നൊക്കെ പറയുന്നത് പണ്ട് മുതലേ ദീനി വിജ്ഞാന രംഗത്തും ദർസി രംഗത്തുമൊക്കെ വളരെയധികം പതിറ്റാണ്ടുകളായി പാരമ്പര്യമുള്ള സ്ഥലമാണ്. ബഹുമാനപ്പെട്ട ചെർക്കളം മൊയിലാർച്ചയും അതേപോലെ തന്നെ മർഹൂം ആലങ്കോട് ഉസ്താദും അവരൊക്കെ തിരി തെളിയിച്ച ഈ പ്രകാശം ഇന്നും കെട്ടുപോവാതെ ബഹുമാനപ്പെട്ട ഹാജി CA മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഇന്നും നമ്മുടെ ദർസ് വളരെ മഹത്വമായ നിലയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്കൊക്കെ വളരെ അഭിമാനാർഹമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ യൗമുൽ ഖിയാമത്ത് വരെ നിലനിർത്തി തരുമാറാവട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ നമ്മുടെ നബിദിന പരിപാടികൾ വളരെ സമുചിതമായിട്ട് തന്നെ കുറേ വർഷങ്ങളായിട്ട് ഞാൻ കൊണ്ടാടുന്നുണ്ട്. ഈ വർഷവും
അതിനേക്കാളൊക്കെ വളരെ മികച്ച നിലയിൽ വയല് പരമ്പരകളും മറ്റു പരിപാടികളുമായിട്ട് നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവയൊക്കെ നല്ല നിലയിൽ പൂർത്തീകരിച്ച് തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ, ഇന്നത്തെ വയല് സദസ്സിൽ നമുക്ക് ദീനീ വിജ്ഞാനം പകർന്നു തരുന്നത് ബഹുമാനപ്പെട്ട ഹംസ മിസ്ബായി ഓട്ടപ്പടവ് ഉസ്താദ് അവറുകളാണ്. ഉത്തർപ്രദേശിലെ മിസ്ബാഹുൽ ഹുലൂം അറബിക് കോളേജിൽ നിന്നാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ മിസ്ബാഹി ബിരുദം കരസ്ഥമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഉസ്താദ് കേരളത്തിലെ പ്രത്യേകിച്ചും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ അറിയപ്പെട്ട വഅദ് പ്രഭാഷകനും മുദരിസുമാണ്. ഇപ്പോൾ ഉസ്താദ് ചെറുവത്തൂർ സ്റ്റേഷനടുത്തുള്ള പള്ളിയിൽ നാട്ടുകാരും അതേപോലെ വിദേശികളുമായിട്ടുള്ള മുത്താലിങ്ങൾക്ക് വേണ്ടിയിട്ട് ദർസ് നടത്തുന്നുണ്ട്. ഇതിനു മുമ്പ് ഉസ്താദ് ശ്രീകണ്ഠപുരത്തും വളപട്ടണത്തുമൊക്കെ ദർസ് നടത്തിയിട്ടുണ്ട്. നമ്മുടെ പരിസര പ്രദേശങ്ങളിലേക്ക് ഉസ്താദ് വയലിന് വേണ്ടിയിട്ട് നമ്മുടെ പരിസര പ്രദേശങ്ങളിലേക്ക് ഉസ്താദ് സന്ദർശിച്ചിട്ടുമുണ്ട്. ഉസ്താദിനെ ഈ വയലിൻ്റെ സദസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ നമ്മുടെ വേദിയിൽ സന്നിധരായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഹമീദ് മുസ്ലിയാർ അവർകൾക്കും നമ്മുടെ വേദിയിലും സദസ്സിലുമായിട്ടുള്ള നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ബഹുമാനപ്പെട്ട PV അബ്ദുറഹ്മാൻ ഹാജി അവർകൾ നമ്മുടെ ജമാഅത്തിൻ്റെ പ്രസിഡൻ്റാണ്. അതേപോലെ ജമാഅത്ത് സെക്രട്ടറി SV അബ്ദുള്ള സാഹിബ്, മറ്റു ഭാരവാഹികൾ, അതേപോലെ നബിദിന ആഘോഷ കമ്മിറ്റി ചെയർമാൻ അബ്ദുള്ള കുഞ്ഞി കല്ലിങ്കാൽ, കൺവീനർ BD അബ്ദുറഹ്മാൻ, മറ്റു ഭാരവാഹികൾ, അതേപോലെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാരെയും ദർസ് വിദ്യാർത്ഥികളെയും മറ്റു സഹോദരി സഹോദരന്മാരെയും എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ വഅദ് പറയാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. بسم الله عظيم القدرة والشان، شديد البطش والبرهان، حافل الدين والقرآن. بسم الله ما شاء الله كان، بسم الله ما شاء الله كان، بسم الله ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. أعلم أن الله على كل شيء قدير، وأن الله قد أحاط بكل شيء علما. اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها، إن ربي
على صراط مستقيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد وسراجا منيرا ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الأمين الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي. يا سيدي سندي غوثي ويا مددي كلي ظهيرا على الأعداء بالمدد. مدير إرضي وخذ بيدي مدى مددي خليفة الله فينا محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر الجيلاني. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم والآل والصحب ثم التابعين فهم أهل التقى والنقى والحلم والكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ആദരണീയരായ പണ്ഡിതന്മാരെ, മുത്തഅല്ലിമുകളെ, ഈ മഹല്ലിലെ ആദരണീയരായ കമ്മിറ്റി ഭാരവാഹികളെ,
രക്ഷിതാക്കളെ, യുവ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിന ആഘോഷത്തിൻ്റെ ഭാഗമായി നമ്മുടെ ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച മദ്ഹുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഇൽമിൻ്റെ മദ്ഹിൻ്റെ ജൽസയിൽ നാം സംഗമിച്ചതുപോലെ നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, കുടുംബക്കാർ, കൂട്ടുകാർ, ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവർ, നമ്മുടെ പള്ളി, ദർസ്, മദ്രസ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ സഹകാരികൾ, നമ്മെ ഇങ്ങോട്ട് ക്ഷണിച്ചവർ, ക്ഷണിക്കാൻ കാരണമായവർ, എല്ലാ മുഅ്മിനീങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊത്ത് സ്വർഗീയ ആരാമത്തിൽ സംഗമിപ്പിച്ച് സന്തോഷിപ്പിക്കുമാറാവട്ടെ. നമ്മെയും അവരെയും അവൻ്റെ കത്തികാളുന്ന നരകാഗ്നിയെ തൊട്ട് അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെയും അവരുടെയും ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ സകല പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളുമൊക്കെ അല്ലാഹു എളുപ്പത്തിൽ തീർത്ത് ശിഫയാക്കി തരട്ടെ. പൂർണ്ണമായ ആഫിയത്തോടെ റാഹത്തോടെ അവൻ്റെ ദീനിൻ്റെ ഖിദ്മത്തിൽ അല്ലാഹു നമുക്കും അവർക്കും ദീർഘ ആയുസ് നൽകട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടെ കലിമത്തു ഷഹാദ ഉച്ചരിച്ച് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ട് സന്തോഷത്തോടെ റബ്ബിന്റെ ലിഖാഅ് പ്രതീക്ഷിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. നമ്മുടെ ഈ മജ്ലിസും നമ്മുടെ എല്ലാ മജ്ലിസുകളും ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസുകളായി അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ലോകം രണ്ട് നിലക്ക് ഇപ്പോൾ സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്തുള്ള ജനങ്ങൾ രണ്ട് രൂപത്തിൽ രണ്ട് കാര്യത്തിനു വേണ്ടി ആഘോഷിക്കുകയാണ്. ഒന്ന്, പുതിയ വർഷം പിറന്ന സന്തോഷം, ഹാപ്പി ന്യൂ ഇയർ. എല്ലാ സ്ഥലങ്ങളിലും റോഡിലും ക്ലബ്ബുകളിലും ചുമര് മുഴുവനും എഴുതി കാണുകയാണ്. പുതുവർഷത്തെ സ്വീകരിച്ച് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ലോകത്തിൻ്റെ പല ദിക്കുകളിലും നമ്മുടെ നാടുകളിൽ തന്നെയും ന്യൂ ഇയറിൻ്റെ ആഘോഷം കെട്ടടങ്ങിയിട്ടില്ല. മറ്റൊന്ന്, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷവും സന്തോഷവുമാണ്. നാം ആ ജൽസയിലുമാണ്. രാത്രി തിരിച്ച് ഇവിടുന്ന് അങ്ങോട്ട് പല ദിവസങ്ങളിലും സഞ്ചരിക്കുമ്പോൾ കാണുന്ന കാഴ്ച, റോഡ് വക്കുകളിലുള്ള ഓഫീസുകൾ, ക്ലബ്ബുകൾ, അതുപോലെ പല ഗ്രൗണ്ടുകളും ഇതുപോലെ അല്ല ഇതിനേക്കാൾ മനോഹരമായി അലങ്കരിച്ച് പകലിനേക്കാൾ വെളിച്ചമുള്ള ട്യൂബുകൾ ഫിറ്റ് ചെയ്ത് പലരും കളി നടത്തുകയാണ്. പലരും ഉറക്കമൊഴിഞ്ഞ് സന്തോഷിക്കുകയാണ്. എന്തിനാണ് കാര്യമായ സന്തോഷം? പുതിയ വർഷം വന്ന സന്തോഷം. എന്താണ് പുതിയ വർഷം കൊണ്ട് താല്പര്യം? എൻ്റെ ജീവിതത്തിലെ കാര്യമായ ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു എന്ന സന്ദേശം. 25 വയസ്സ് വരെ അല്ലാഹു തആല ആയുസ് കൊടുത്തൊരു ചെറുപ്പക്കാരൻ 24ാമത്തെ വയസ്സ് പൂർത്തിയാകുന്ന ദിവസമാണ് സന്തോഷിക്കുന്നത്. ഇനി എനിക്കൊരു വർഷമേ ഉള്ളൂ എന്നതിൻ്റെ സന്തോഷം. 30 വയസ്സ് വരെ ജീവിക്കുന്ന ചെറുപ്പക്കാരൻ 29 വയസ്സ് പൂർത്തിയായി 30ലേക്ക് കടക്കുമ്പോൾ നാളെ അവൻ മരിക്കേണ്ടവനാണ്. ഇന്ന് അവൻ ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കുന്ന തിരക്കിലാണ്. പെട്ടിക്കടക്കാർ വരെ ന്യൂ ഇയറിന് പല ഓഫറുകളും പ്രഖ്യാപിക്കുന്ന കാലമാണിത്. മനുഷ്യർ സന്തോഷത്തെ, മനുഷ്യർ ആഘോഷത്തെ മനസ്സിൽ ഏറ്റെടുക്കുന്ന കാലം. പല സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങളിലേക്കും ഈ സന്തോഷ പ്രകടനങ്ങൾ വഴി നീങ്ങാറുമുണ്ട്. അള്ളാഹു നമ്മുടെ ഉമ്മത്തിന് നല്ല ബുദ്ധി നൽകട്ടെ. സഹോദരങ്ങളെ, എന്നാൽ ഉറക്കമൊഴിക്കേണ്ടതും ആഘോഷിക്കേണ്ടതും
സന്തോഷിക്കേണ്ടതുമായ അനിവാര്യമായ ഒരു വിഷയത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉദമനിവാസികൾ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ജന്മദിന സന്തോഷമായി സന്ദേശമായി തിരിയട്ടെ മനസ്സുകൾ മദീനയിലേക്ക് എന്ന വിഷയം പറയാനാണ് സംഘാടകർ എന്നോട് പറഞ്ഞത്. അൽഹംദുലില്ലാഹ്, ഇന്നൽ ഈമാന ലയഇരിസു ഇലൽ മദീന കമാ തഇരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. പാമ്പ് മാളത്തിൽ നിന്നിറങ്ങിയാൽ അതെപ്പോഴും അതിൻ്റെ ചിന്ത മാളത്തിലേക്ക് തിരിച്ചു പോകുക എന്നതാണ്. പോകുന്ന വഴിയിൽ ആരെങ്കിലും അതിനെ ചവിട്ടിയവനെ കടിക്കും. കാരണം അതിൻ്റെ ലക്ഷ്യം മാളമാണ്. മാളത്തിലേക്ക് എത്തുക എന്നതാണ് പാമ്പിന്റെ ലക്ഷ്യം. നോക്കൂ നിങ്ങൾ, ഒരു പാമ്പിനെ ആരെങ്കിലും ഓടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിനെ കാണാതെയാകും. പിന്നെ നമ്മൾ പരതേണ്ടത് അടുത്തുള്ള ഏതെങ്കിലും പൊത്തിലാണ്. അതതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടാകും. എങ്ങനെയായാലും പാമ്പ് അതിന് വഴി പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ഒരു പാമ്പിനും ഒരാൾ അവിടെ ഏറോ മാർക്ക് ഇട്ടിട്ട് ഇവിടെ മാളമുണ്ട് എന്ന് പറയേണ്ടതില്ല. പുതിയ പാമ്പിന് ഒരാൾ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയാൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു മാളത്തേക്ക് ചാടിക്കയറും. ഇത് പാമ്പിന്റെ സ്വഭാവമാണ്. ഇന്നൽ ഈമാന ലയഇരിസു ഇലൽ മദീന, ഈമാൻ മദീനയിലേക്ക് മടങ്ങും. കമാ തഇരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ, പാമ്പ് മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ മുഹമ്മദുർ റസൂലുള്ളാഹി. ഓ സുഹൃത്തുക്കളെ, പരിശുദ്ധ മദീനത്തുൽ മുനവ്വറ, മുസ്ലിം ലോകത്തിന്റെ കേന്ദ്രം, അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ശരീരം ഏറ്റുവാങ്ങാൻ ഭാഗ്യം കിട്ടിയ മണ്ണ്. ലോകത്ത് ഏറ്റവും മഹത്വമുള്ള സ്ഥലം ഏതാണ്? ഏറ്റവും മഹത്വമുള്ള ബിൽഡിംഗ് ഏതാണ്? ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക. പരിശുദ്ധമായ അള്ളാഹുവിന് പ്രപഞ്ചത്തിൽ പ്രഥമമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ഈ ലോകത്താദ്യമായി സൃഷ്ടിക്കപ്പെട്ട ബിൽഡിംഗ് ആണ് പരിശുദ്ധമായ കഅബാലയം. ആ കഅബാലയത്തിന്റെ പരിസരത്തുള്ള മസ്ജിദുൽ ഹറാം, ആ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഒരു റക്അത്ത് നിസ്കരിക്കുന്നത്, ഒരു നിസ്കാരം നിർവഹിക്കുന്നത് നമ്മുടെ ഈ വലിയ കമനീയമായ ജുമുഅത്ത് പള്ളിയിൽ നിന്ന് നാം ഇന്ന് ഇശാ നിസ്കരിച്ച് അതിൻ്റെ 1,00,000 കൂടുതൽ പ്രതിഫലമാണ് പരിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ നിന്ന് നിസ്കരിച്ചാൽ ലഭിക്കുന്നത്. കഅബയുടെ ബറക്കത്താണത്, കഅബയുടെ പരിശുദ്ധിയാണത്. കഅബയുടെയും പരിസരത്തിൻ്റെയും മഹത്വം 1,00,000 അതിൻ്റെ കൂലി. എന്നാൽ സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ കഅബാലയത്തിന് ലോകത്തെ ഏറ്റവും വലിയ മഹത്വമുണ്ട്. എന്നാൽ കഅബയേക്കാൾ മഹത്വമുള്ള വല സ്ഥലവും ലോകത്തുണ്ടോ? പണ്ഡിതന്മാർ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. കഅബാലയത്തേക്കാൾ മഹത്വമുള്ള സ്ഥലം ലോകത്തുണ്ടോ? ഉണ്ട്. അതേതാണ്? അത് മദ്ഫനുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലുൽ ബിഖാ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം തട്ടി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. റൗള മൊത്തത്തിലല്ല, മുത്തുനബി അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ഹബീബിന്റെ തടി തട്ടി നിൽക്കുന്ന സ്ഥലം കഅബയേക്കാൾ പരിശുദ്ധമാണെന്ന് പണ്ഡിതമതം. എന്താണ് അതിന്റെ കാരണം? സഹോദരങ്ങളെ, നമ്മുടെ പള്ളിയിൽ നിന്ന് നൂല് പിടിച്ചാൽ, നമ്മുടെ പള്ളികളിൽ നിന്ന് നേരെ ഒരു സൂചി അങ്ങോട്ട് ഇറക്കി വിട്ടാൽ അത് ചെന്ന് പതിക്കുന്നത് പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിലെ മസ്ജിദുൽ ഹറാമിന്റെ നടുഭാഗത്തുള്ള കഅബാലയത്തിലേക്കാണ്. ലോകത്തുള്ള സകല പള്ളികളും തിരിഞ്ഞു നിൽക്കുന്നത് കഅബയിലേക്കാണ്. കഅബ നമ്മുടെ ഖിബിലയാണ്. എന്നാൽ ഖിബിലയുടെ ഖിബിലയാണ് പരിശുദ്ധ മദീനത്തുൽ മുനവ്വറയിലെ മുഹമ്മദുർ റസൂലുള്ളാഹ്. കഅബാലയത്തിന്റെ ഖിബിലയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മനസ്സിലായിട്ടുണ്ടാവില്ല സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ ഒരായത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. എന്തായിരുന്നു വിഷയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരത്തിന്റെ ഖിബില ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് മുത്തുനബി തിരിഞ്ഞു നിസ്കരിക്കുന്നത്. മദീനയിൽ വന്നിട്ടും ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുമ്പോൾ ജൂതന്മാര് പരിഹസിക്കാൻ തുടങ്ങി. മുഹമ്മദിൻ്റേത് പുതിയ മതവും പുതിയ ആശയവും ഒക്കെയാണെങ്കിലും ഖിബില ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കാൻ തുടങ്ങി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൽബിൽ ഒരാശ,
തന്റെ പ്രിയപ്പെട്ട പിതാമഹനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും കരങ്ങൾ കൊണ്ട് വഅഹിദ്നാ ഇലാ ഇബ്രാഹിമ വഇസ്മാഈല അൻ തഹിറാ ബൈതിയ ലിത്വായിഫീന വൽആകിഫീന വറുക്കഇസ് സുജൂദ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്കും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്കും നാം ബോധനം നൽകി. അൻ തഹിറാ ബൈതിയ ലിത്വായിഫീന വൽആകിഫീന വറുക്കഇസ് സുജൂദ്. ഇരിക്കുന്നവർക്കും സുജൂദ് ചെയ്യുന്നവർക്കും റുകൂ ചെയ്യുന്നവർക്കും തവാഫ് ചെയ്യുന്നവർക്കും ഒക്കെ വേണ്ടി പരിശുദ്ധമായ കഅബാലയത്തെ പുനർനിർമ്മാണം നടത്താൻ നാം ബോധനം നൽകി, വഹീ നൽകി. അവർ രണ്ടുപേരും പ്രിയപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാപ്പമാരാണ്. അവരുടെ കൈകൊണ്ട് പടുത്തുയർത്തിയ കഅബാലയത്തിലേക്ക് എന്റെ നിസ്കാരത്തിന്റെ ഖിബലയൊന്ന് മാറിക്കിട്ടണമെന്നത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൽബിലൊരാശ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖൽബിലൊരാശ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഏത് ആശയും സാധിപ്പിച്ചു കൊടുക്കുകയാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട റബ്ബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താല്പര്യം അപ്പടി സാധിപ്പിച്ചു കൊടുക്കുന്നവനാണ് റബ്ബ് തആല. നോക്കൂ സഹോദരങ്ങളെ, മാസങ്ങളോളം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖൽബിൽ ആശ വരികയാണ്, കഅബയിലേക്ക് എന്റെ ഖിബലയൊന്ന് തിരിച്ചു കിട്ടണം. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് ഖിബല മാറുന്ന ആയത്ത് ഇറങ്ങുന്നതും കാത്തു നിൽക്കുകയാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇറങ്ങി വരികയാണ് ജിബ്രീൽ അലൈഹിസ്സലാം. മുത്തുനബിയെ വിളിക്കാണ്. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. വഹി ഇറങ്ങുന്നതും നോക്കി ആകാശഭാഗത്തേക്ക് അങ്ങയുടെ മുഖം തിരിക്കുന്നത് നാം കാണുന്നുണ്ട് നബിയേ. فولي وجهك قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها. നിശ്ചയമായും നാം അങ്ങയെ ഒരു ഖിബിലയിലേക്ക് തിരിക്കും നബിയേ. തർലാഹ, തങ്ങൾ പൊരുത്തപ്പെടുന്ന ഖിബില. ഖിബില മാറ്റുന്നതിനാകെ മാനദണ്ഡം ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് കഅബയിലേക്ക് ഖിബില മാറ്റാൻ അല്ലാഹു ആകെ വെച്ച മാനദണ്ഡം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തമാണ്. ഖിബിലതൻ തർലാഹ, തങ്ങൾ പൊരുത്തപ്പെടുന്ന ഖിബില. ഫവല്ലി വജ്ഹക ശത്റുൽ മസ്ജിദിൽ ഹറാം വഹൈസുമാ കുൻതും ഫവല്ലു വുജൂഹകും ശത്റ. നിങ്ങൾ ഏത് ഭാഗത്തായാലും നിങ്ങൾ ഏത് ലോകത്തായാലും ഇനി നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് ഖിബിലയിലേക്ക് തിരിഞ്ഞു. പരിശുദ്ധ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താല്പര്യം മാനിച്ച് അല്ലാഹു തആല ഖിബിലയെ കഅബയെ ഖിബിലയാക്കി നിർണയിക്കുന്നു. ഇതാ പണ്ഡിതന്മാര് പറഞ്ഞത്, കഅബാലയം മുസ്ലിം ലോകത്തിന്റെ ഖിബിലയാണെങ്കിൽ ആ ഖിബില മാറാനുള്ള കാരണം കിടക്കുന്നു പതിനാല് നൂറ്റാണ്ട് മുമ്പ് ഹബീബ് കടന്നു വന്ന മദീന. ഏതാണ് ഈ മദീനയുടെ മണ്ണ്? നമ്മോട് കൂടെയുള്ള ഒരാൾ പറയുകയാണ്, മദീനയിൽ എത്തി നിൽക്കുന്നു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലുകൊണ്ട് ചവിട്ടിയ പരിശുദ്ധമായ പാദം പതിഞ്ഞ മണ്ണ്. മാത്രമല്ല മുത്തുനബിയുടെ ശരീരം ഏറ്റുവാങ്ങാൻ ഭാഗ്യം കിട്ടിയ മണ്ണാണ് മദീന. ആ മണ്ണിലേക്ക് നാം ഒന്ന് ഇറങ്ങുകയാണ്. മനസ്സുകൊണ്ടല്ല, ശരീരം കൊണ്ടൊന്ന് ഇറങ്ങുകയാണ്. പോയവർക്ക് ഇനിയും പോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പോകാത്തവർക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്താൻ നമ്മുടെ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏതാണ് മദീന? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിലെ മുദർരിസാണ്. മാലിക് ഇമാം തങ്ങൾ മദീനയിൽ ദർസ് നടത്തുമ്പോ മദീനത്തെ പള്ളിയിലേക്ക് നടന്നു വരികയാണ്. ചുട്ടുപൊള്ളുന്ന മണലിൽ ചെരുപ്പ് ധരിക്കാതെ നടന്നു വരികയാണ്. ചോദിക്കാണ്, തങ്ങളെ എന്തേ ചെരുപ്പ് ധരിക്കാത്തത്? കാലിലെന്തേ ചെരുപ്പ് ധരിക്കാത്തത്? ഓ മക്കളെ, ആരാണ് മദീനയുടെ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്? ആരുടെ ശരീരമാണ് മദീനക്ക് നൽകിയിട്ട് ഈ നാടിനെ മഹത്വവൽക്കരിച്ചത്?
അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ കിടക്കുന്നത്. മുത്തുനബി മദീനയിലെ മണ്ണിൽ കിടക്കുന്ന സമയത്ത് പാവപ്പെട്ട മാലിക് ചെരുപ്പ് കൊണ്ട് മദീന ചവിട്ടുകയോ? സാധ്യമല്ല. മദീനയിലൂടെ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മാലിക് ഇമാം തങ്ങളുടെ വീട്ടിൽ ഒട്ടകങ്ങളുണ്ട്, കുതിരകളുണ്ട്, വാഹനമെമ്പാടുമുണ്ട്. അതിന്റെ മേലെ കയറാതെ മൂക്ക് കയറ് പിടിച്ച് നടക്കുകയാണ്. ഒട്ടകത്തിന്റെയും കുതിരയുടെയും കടിഞ്ഞാണ് പിടിച്ച് മദീനയുടെ ബൗണ്ടറി വരെ നടക്കുകയാണ്. അതിന്റെ മേലെ കയറുന്നില്ല. ചോദിക്കുകയാണ്, എന്തേ മാലിക് ഇമാം തങ്ങളെ ഇതിന്റെ മേലെ കയറാത്തത്? ഹബീബ് താഴെ കിടക്കുമ്പോ എങ്ങനെ ഞാൻ എന്റെ ഒട്ടകത്തിന്റെ കുളമ്പ് കൊണ്ട്, കുതിരയുടെ കുളമ്പ് കൊണ്ട് ഹബീബ് കിടക്കുന്ന മദീനയിൽ ചവിട്ടുന്നത് എങ്ങനെ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് നടന്ന് നീങ്ങിയ മണ്ണാണ് പരിശുദ്ധ മദീന. ആ മദീനയിലേക്ക് ആ സഹോദരങ്ങളെ നാമും പോകുന്നത്. നടന്നു 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 പരിശുദ്ധമായൊരു പള്ളിയുണ്ടവിടെ. അള്ളാഹുവിന്റെ ഹബീബ് നിർമ്മിച്ച പള്ളി, പരിശുദ്ധമായ പള്ളി. ഇന്നത് ലോകത്ത് ഏറ്റവും വലിയ പ്രൗഢിയുള്ള പള്ളിയായി മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന പരിശുദ്ധമായ പള്ളി മസ്ജിദുൽ ഹറാമാണ്. 1 ലക്ഷമാണ് അതിന്റെ കൂലി. എന്നാൽ കൂലിയിൽ 10 കുറവാണ് മസ്ജിദുൻ നബവിയില്. 10,000 റക്അത്ത് നിസ്കരിച്ച കൂലിയാണ് അവിടെ. പക്ഷേ ലോകത്ത് ഏറ്റവും പ്രൗഢിയുള്ള പള്ളി ഏതാണ്? കെട്ടിലും മട്ടിലും എടുപ്പിലും പ്രൗഢിയിലും എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിലും ഒക്കെ മികച്ചു നിൽക്കുന്ന പള്ളി ഏതാണ്? അത് പരിശുദ്ധ മസ്ജിദുൻ നബവിയാണ്. സഹോദരങ്ങളെ, എത്രയോ ദൂരെ നിന്ന് കാണാം ഉയർന്നു നിൽക്കുന്ന പരിശുദ്ധമായ മിനാരങ്ങൾ. നടന്ന് നടന്ന് സ്വലാത്ത് ചൊല്ലി 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 ഹബീബിന്റെ മദീനയിലേക്ക് നടക്കുകയാണ് നാം. മദീനയിലൂടെ നടന്ന് നടന്ന് പള്ളിയുടെ മുമ്പിലെത്തി. വിശാലമായ പള്ളി, കബൗണ്ടുള്ള വലിയ പള്ളി. ആ പള്ളിയിൽ ഒരു വാതിലുണ്ട്, ബാബുസ്സലാം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊന്ന് സലാം പറയണം. ഹബീബിലേക്കൊന്ന് ചേർന്ന് മുത്തുനബിക്കൊരു സലാം പറയാനാണ് നാം പോകുന്നത്. എന്റെ ജീവിതത്തിൽ ജനിച്ച സമയം മുതൽ ഇന്ന് വരെ കേട്ടുകൊണ്ടിരിക്കുന്ന നാമമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനിച്ച ഉടനെ വലത്തെ കാതിൽ ബാങ്കിലൂടെയും ഇടത്തെ കാതിൽ ഇഖാമത്തിലൂടെയും കേട്ടിട്ടുണ്ട് ആ നാമം. ഉമ്മ താരാട്ട് പാടുന്ന സമയത്തും ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ما في قلبي غير الله نوري محمد صلى الله لا إله കിലോമീറ്റർ ഇപ്പുറത്തു നിന്ന് കാസർഗോഡിന്റെ ഒരു ഭാഗത്ത് നിന്ന് ദിവസവും 5 നേരം നിർബന്ധമായും അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിസ്കാരം സ്വഹീഹാകണമെങ്കിൽ ആ സലാം പറഞ്ഞേ പറ്റൂ. അങ്ങനെ സലാം ചൊല്ലുന്ന ആശിഖായ മുഅ്മിനായ മനുഷ്യൻ മദീനയിൽ ചെന്നാൽ അവന്റെ കൽബിലുള്ള ആകെ പ്രതീക്ഷ, എനിക്ക് ഹബീബിന്റെ മുമ്പിൽ ചെന്നൊന്ന് സലാം പറയണം. അതിനുവേണ്ടി ബാബുസലാമിലൂടെ കടന്നു നീങ്ങുമ്പോ 100 കണക്കായ ആളുകളുണ്ട്. വലതുഭാഗത്തേക്ക് നോക്കുമ്പോ അമേരിക്കക്കാരനാണ്, ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോ റഷ്യക്കാരനാണ്, മുമ്പിലേക്ക് നോക്കുമ്പോ നീണ്ട തടിച്ചു കറുത്ത ആജാനുബാഹുവായ സുഡാനിയുണ്ട്, മെലിഞ്ഞ് തളർന്ന സോമാലിയക്കാരനുണ്ട്, പാകിസ്ഥാനിയുണ്ട്, അഫ്ഗാനിയുണ്ട്, സുഡാനിയുണ്ട്, ദക്ഷിണാഫ്രിക്കക്കാരനുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന മനുഷ്യരുണ്ട്. വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവരാണ്. പക്ഷേ അവരുടെയൊക്കെ ചുണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് മുഴുവൻ ആളുകളുടെയും ചുണ്ടിൽ നിന്ന് വരുന്ന ഒരൊറ്റ മന്ത്രമാണ് സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്, സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിന് സലാം പറയാനുള്ള തത്രപ്പാടിലാണ്. എല്ലാവരും മുന്നോട്ട് മുന്നോട്ട് നടക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തുനബി അതാ മീറ്ററുകൾ കടുത്തു. ഇത് പിടിച്ച് വലിക്കുന്നുണ്ടെന്ന് നോക്കിയാ, ഇതിലേക്ക് ഒന്ന് കൂട്ടി.
ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് സ്വലാത്ത് ചൊല്ലി ചൊല്ലി നടന്നു അവിടെ പരിശുദ്ധമായ ഇടതുഭാഗത്ത് കാണാം 12 തൂണുകളിൽ ഒരു സ്ഥലം. ഹദ്ദു മസ്ജിദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ പള്ളിയുടെ പരിധി നിർണയിക്കുന്ന, പഴയകാല പള്ളിയുടെ പരിധി നിർണയിക്കുന്ന സ്ഥലം. അതിൻ്റെയും ഒരൽപ്പം മുമ്പ് നാം ആ വഴിയിലൂടെ നടന്ന്, പള്ളിയുടെ ഉള്ളിലൂടെ നടന്ന് ഹബീബിന് സലാം പറയാൻ വേണ്ടി പോവുകയാണ്. ലക്ഷ്യം മുഹമ്മദുർ റസൂലുള്ളാഹി. ഇടതുഭാഗത്തൊരു വല്ലാത്ത തിരക്ക് കാണുന്നു, ശബ്ദം കേൾക്കുന്നു, കുലുമാല് കേൾക്കുന്നു, ലഹള കേൾക്കുന്നു. ഏതാണ് ആ ഭാഗത്തേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോ പച്ചയോടടുത്ത കളറുള്ളൊരു പരവതാനി വിരിച്ച സ്ഥലമാണ്. അവിടെ ആളുകൾ തിക്കും തിരക്കും കൂട്ടുകയാണ്, വല്ലാതെ കലാട്ടയുണ്ടാക്കുകയാണ്. എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് 14 നൂറ്റാണ്ട് മുമ്പ് മുത്തുനബി പഠിപ്പിച്ചൊരു പ്രദേശമാണത്. മാബൈന ഖബ്രി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്നാ. ഞാൻ ഖുതുബ നിർവഹിക്കുന്ന മിമ്പറിന്റെയും എന്റെ ഖബർ ഷരീഫിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സലാം കഴിഞ്ഞ് വന്നവരൊക്കെയും ആ ഉള്ളിലേക്കൊന്ന് കിടന്ന് സ്വർഗത്തിലേക്ക് കടന്നിരിക്കാനുള്ള തിരക്ക് കൂട്ടുന്നതാണ് കാണുന്നത്. അതിന്റെ ഉള്ളിൽ കയറിയിട്ട് അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കണം. സ്വർഗമെന്ന് പറഞ്ഞാൽ എന്താണ്? വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഊൻ. ആഗ്രഹിക്കുന്നത് മുഴുവനും ലഭിക്കുന്ന ഇടമാണ് സ്വർഗം. കൊതിക്കുന്നത് മുഴുവനും നൽകപ്പെടുന്ന ഇടമാണ് സ്വർഗം. ആ സ്വർഗത്തിൽ എനിക്കൊന്ന് കയറി കിട്ടാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ്, തിരക്കിലാണ്, തിക്കിലാണ്. അതിന്റെ ഉള്ളിൽ കയറിയാലോ കാല് രണ്ടുമൊന്ന് വെക്കാൻ സൗകര്യം കിട്ടിയാൽ പിന്നെ അവിടെ എങ്ങനെയാണ് നെറ്റി വെക്കുന്നത് എന്ന തിരക്കിലാണ് മനുഷ്യൻ. ലോകത്ത് ഏറ്റവും ചെറിയ സ്ഥലത്ത് നിസ്കരിക്കുന്നവിടെ അതവിടെ പോയാൽ കാണാം. കാല് വെക്കാൻ സ്ഥലം കിട്ടിയാൽ മതി, അവിടെ എങ്ങനെയെങ്കിലും അഭ്യാസിയായി നെറ്റി അവിടെ വച്ചിരിക്കും. കാരണം എന്തേ? ഇത് സ്വർഗമാണെന്ന് പഠിപ്പിച്ച നേതാവ് വന്നജ്മീദ ഹവാ മാളല്ല സ്വാഹിബുകും വമാ ഗവാ വമാ യൻതുഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. സംസാരം മുഴുവനും വഹയിന്റെ നാവ് കൊണ്ട് മാത്രം പറഞ്ഞിട്ടുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി തന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളും താല്പര്യങ്ങൾക്കും അനുസരിച്ചൊരു വാക്ക് പോലും ഉരിയാടിയിട്ടില്ലാത്ത മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ വാക്കുകളാണ്. അതവിടെ സ്വർഗമാണ്. ആ സ്വർഗത്തിൽ നിന്ന് അള്ളാഹുവിന്റെ സ്വർഗം ചോദിക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, ആ തിരക്ക് നാം കാണുകയാണ്. നാം മുത്തുനബിയിലേക്ക് നടന്നെടുക്കുകയാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരെ ഒരു 5 മീറ്ററിന്റെ ഉള്ളിൽ, 4 മീറ്ററിന്റെ ഉള്ളിൽ കാണുന്ന ഒരു സന്തോഷമുള്ള അവസ്ഥ. 4500 കിലോമീറ്ററുകൾ ഇപ്പുറത്തു നിന്ന് പാതിരാ സമയത്ത് എഴുന്നേറ്റ് പാതിരാവിന്റെ ചുരുളിൽ സ്വലാത്തു ചൊല്ലിക്കരഞ്ഞുപോയ ആശിഖായ മനുഷ്യൻ, ബുറുദ ചൊല്ലിക്കരഞ്ഞുപോയ മനുഷ്യൻ, ഹബീബിന്റെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലിക്കരഞ്ഞുപോയ മനുഷ്യൻ ഒരു 4 മീറ്ററുകൾക്കുള്ളിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ നോക്കി മുഖാമുഖം കിടക്കുകയാണ്. പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം വജുഹുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യഅ്തിന്നാസു ബിൽ ഹുജജി. ആളുകൾ ലക്ഷ്യവുമായി വരുന്ന മഹ്ശറയിൽ എനിക്ക് ലക്ഷ്യം അങ്ങയുടെ പരിശുദ്ധമായ, അങ്ങയുടെ പ്രശോഭിതമായ മുഖമാണ് നബിയേ. من رأى وجهك يسعد يا كريم الوالدين حوضك صافي المبرد وردنا يوم النشور. അങ്ങയുടെ മുഖം കണ്ടവൻ വിജയിച്ചു നബിയേ. ആ പരിശുദ്ധമായ മുഖമാണ് നമ്മിലേക്ക് തിരിച്ചു വെച്ച് നിൽക്കുന്നത്. പരിസരം മറന്ന് സലാം പറയുകയാണ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്.
പരിസരം മറന്ന് കൽബുകൊണ്ട്, നാവുകൊണ്ട്, കാതുകൊണ്ട്, അവയവങ്ങൾ മുഴുവനും മുത്തുനബിയിലേക്കൊന്ന് ലയിപ്പിച്ച് അവിടെ അങ്ങ് നിന്നു പോകുന്നൊരു സമയമുണ്ട്. കൽബ് മദീനയിൽ ഉടക്കി നിൽക്കട്ടെ സഹോദരങ്ങളെ. പരിസരത്തേക്കൊന്ന് നോക്കുമ്പോ അമേരിക്കക്കാരൻ കരയുകയാണ്, ഇറാനി കരയുകയാണ്, എല്ലാവരും കരയുകയാണ്. ഞാൻ മാത്രം എന്തേ കരയാത്തത്? എന്റെ ഹബീബിന്റെ ചാരത്ത് നിന്ന് എന്തേ എന്റെ കണ്ണ് മാത്രം പൊട്ടിയൊലിക്കാത്തത്? എന്റെ കണ്ണീർ കണങ്ങൾ എന്തേ പുറത്തേക്ക് വമിക്കാത്തത്? ഞാൻ അത്ഭുതത്തോടെ കവിളൊന്ന് തടവി നോക്കുമ്പോ എപ്പോഴേ എന്റെ കണ്ണും നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്, എന്റെ കണ്ണും നേരത്തെ നിറഞ്ഞു ഒഴുകിയിട്ടുണ്ട്. ഏത് സ്ഥലത്താ സഹോദര നിൽക്കുന്നത്? പരിശുദ്ധ റജബ് 27 രാത്രിയിൽ അള്ളാഹുവിന്റെ അതിഥിയായി കടന്നു വന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ ഗൈഡായി കൂടെ വന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഏഴാകാശത്തിന്റെ അഗ്രവാലികൾ കടന്നങ്ങ് കയറി സിദ്റത്തുൽ മുൻതഹയുടെ ചാരത്തെത്തിയപ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വളരെ വിനീതദാസനായി മുത്തുനബിയോടൊരപേക്ഷയാണ്, യാ റസൂലല്ലാഹ് ലഇൻ ദനൗതു ഖദ്റ ഉൻമുലതിൻ ലഹ്തറഖതു. ഒരു ഇഞ്ച് ഞാൻ ഇനി മുന്നോട്ട് വന്നാൽ ഞാൻ കരിഞ്ഞ് ഭസ്മമാകും നബിയേ. ദനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമ. എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് നാം അർത്ഥത്തിലേക്കൊന്നിറങ്ങി ചെല്ലേണ്ടതുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാക്ക് കേട്ടോ, ഇനി ഒരൽപ്പം ഞാൻ അങ്ങോട്ട് വന്നാൽ ഞാൻ കരിഞ്ഞു പോകും നബിയേ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്ഥാനം അവിടെ തീരുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് അവിടെ നോ എൻട്രിയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് അങ്ങോട്ട് മംനുവാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ആരാണ്? വഹയിന്റെ വാഹകനാണ്, വഹയിന്റെ സ്വാഹിബാണ്. വഹി കൊണ്ടുവരുന്ന പ്രിയപ്പെട്ട അമ്പിയാക്കളുടെ കൂട്ടുകാരനാണ്. ആ മുഖറബായ മലക്കുകളുടെ നേതാവിന്റെ സ്ഥാനം അവിടെ വെച്ച് തീർന്നു പോകുന്നു. പഠിക്കണേ ചെറുപ്പക്കാരെ, നമ്മുടെ കരളിന്റെ കഷ്ണമായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് അവിടെ നിന്ന് തുടങ്ങുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പവർ തീരുന്ന സ്ഥലത്ത് നിന്ന് ഹബീബിന്റെ മദ്ഹ് തുടങ്ങുന്നു. ഇനി ഒറ്റക്ക് പോയിക്കോ നബിയേ, ഭയപ്പെടണ്ട. അടുത്തടുത്തടുത്തങ്ങ് വന്നോ. വക്കാനകാവ കൗസൈനി ഔ അദ്നാ, അമ്പും വില്ലും അടുക്കുന്നത് പോലെ അല്ല, അതിനേക്കാൾ കൂടുതൽ ഞാനും ഹബീബും അടുത്തു വന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സത്യസാക്ഷ്യം നടത്തിയില്ലേ. ആ നിലക്ക് അല്ലാഹുമായിട്ടടുക്കാൻ ഭാഗ്യം കൊടുത്തതാ പറഞ്ഞത്. ആകാശത്തിന്റെ അഗ്രവാലികൾക്കപ്പുറത്ത് കടന്നു ചെന്ന് സിദ്റത്തുൽ മുൻതഹയും കടന്ന് അല്ലാഹുവിന്റെ അർശിന്റെ മേലെ ആധിപത്യവും സന്തോഷവും ചെലുത്തി. അല്ലാഹുമായി മുനാജാത്ത് നടത്തുമ്പോ കൂട്ടിനാരെയും കൂട്ടാതെ ഒറ്റക്ക് കരുത്തു തെളിയിച്ചു വന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലാണ് നിൽക്കുന്നത്. അല്ലാഹുവിനെ കണ്ട പരിശുദ്ധമായ കണ്ണുകൾ കൊണ്ടാണ് നമ്മെ അവിടെ നിന്ന് നോക്കുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദാത്തിലേക്ക് നോക്കാൻ ഭാഗ്യം കിട്ടിയ പരിശുദ്ധമായ വജ്ഹാണ് അവിടെയുള്ള വജ്ഹ്.
അവിടുത്തെ ദാത്തും അവിടുത്തെ ശരീരവും മുഴുവനും ബറക്കത്തുള്ളതാണ്. അവിടുത്തെ വിഷയങ്ങൾക്ക് മുഴുവനും വല്ലാത്ത സൗകുമാര്യതയാണ്, സുഗന്ധമാണ്. മലക്കുകളുടെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞു വഹീന്റെ ഇരടികൾ കാതിലൂടെ കേട്ട് നാവിലൂടെ മൊഴിഞ്ഞ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലാണ് നിൽക്കുന്നത്. ഓ ഉമ്മമാരേ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊന്ന് സലാം പറഞ്ഞ് ഹബീബ് ഒന്നിങ്ങോട്ട് സലാം പറഞ്ഞു കിട്ടിയാലോ ദുനിയാവും ആഖിറവും മുഴുവനും നിറഞ്ഞുപോയി. കാരണം എന്താണ്? സ്നേഹം വന്നത് മദീനയിൽ നിന്ന്, കാരുണ്യം വന്നതും മദീനയിൽ നിന്ന്, ധർമ്മം വന്നത് മദീനയിൽ നിന്ന്, സഹിഷ്ണുത വന്നത് മദീനയിൽ നിന്ന് തന്നെ. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ മദ്ഹിന്റെ ജൽസയുടെ നോട്ടീസ് ഒട്ടിക്കുന്ന സമയത്തും നിന്റെ കൽബ് മദീന, ട്യൂബ് കൊണ്ട് അലങ്കരിക്കുന്ന സമയത്തും അനൗൺസ് ചെയ്യുന്ന സമയത്തും കസേര നിരത്തുന്ന സമയത്തും ബുറുദ പാടുന്ന സമയത്തും നിന്റെ കൽബിലെപ്പോഴും മദീന. ഓ സഹോദരിമാരെ, മക്കളെ മുലയൂട്ടുന്ന സമയത്തും മക്കൾക്ക് താരാട്ട് പാടുന്ന സമയത്തും ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തും മനസ്സ് മദീന. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തേ ഇത്രമാത്രം സ്നേഹിക്കപ്പെടാൻ, ഹബീബ് എന്തേ ഇത്രമാത്രം വാഴ്ത്തപ്പെടാൻ? ഞാൻ പറഞ്ഞില്ലേ, ലോകത്ത് പുതിയ യുഗത്തെ, പുതിയ നൂറ്റാണ്ടിനെ, പുതിയ കൊല്ലത്തെ സ്വീകരിക്കുന്ന തിരക്കിലാണെന്ന്. ഹബീബിന്റെ മദ്ഹ് കേട്ടോ സഹോദരാ. ഈ ലോകത്ത് പുതിയൊരു വർഷം വരുമ്പോൾ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ചെറുപ്പക്കാരൻ മറന്നുപോയൊരു കാര്യമുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ്. സേമായും ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ വ്യതിയാനത്തിലും സമയവ്യത്യാസത്തിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. സുബ്ഹാനല്ലാഹ്. ആകാശവും ഭൂമിയും അതൊക്കെ അള്ളാഹുവിന്റെ കൗതുകങ്ങൾ നിറഞ്ഞ വിഷയങ്ങളാണ്. സമയം നമ്മുടെ നാട്ടിൽ ഇപ്പോ സമയം 10:20, ഒരു 10:30 മണി. ഇപ്പോ യു എയിൽ എത്ര മണിയായി? 12 മണിയായിട്ടുണ്ടാവും അല്ലേ? അല്ല, ബാക്കിലോട്ടാ, 8-9 മണിയായിട്ടുണ്ടാകും. 1.5 മണിക്കൂർ യു എയിൽ നമ്മിൽ നിന്ന് ബാക്കിലാ. സൗദിയിൽ 2.5 മണിക്കൂർ ബാക്കിലാ. മലേഷ്യയിൽ 2.5 മണിക്കൂർ മുമ്പിലാ. മലേഷ്യയും സിംഗപ്പൂരും സൗദിയും തമ്മിൽ 5 മണിക്കൂറിന്റെ മാറ്റമാണ്. നമ്മളും അമേരിക്കക്കാരും തമ്മിൽ 10 മണിക്കൂറിലേറെ മാറ്റമാണ്. എന്തിനാണ് അല്ലാഹു തആല ഇങ്ങനെ ഒരു സംവിധാനം ലോകത്ത് വെച്ചത്? ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അവിടെയും വരുന്നു മദ്ഹു റസൂലില്ലാഹ്. എന്തിനാണ് സമയമാറ്റമുണ്ടായത്? ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറ് തമ്മിൽ 1.5 മണിക്കൂറിന്റെ മാറ്റമുണ്ട്. പക്ഷെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഒന്നായതുകൊണ്ട് സമയത്തിൽ മാറ്റമില്ലെന്ന് മാത്രം. 1.5 മണിക്കൂറിനോളം മാറ്റമുണ്ട് ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറും തമ്മിൽ. ബംഗാളും ഗുജറാത്തും തമ്മിൽ 1.5 മണിക്കൂറിന്റെ മാറ്റമുണ്ട് ഏകദേശം. സുഹൃത്തുക്കളെ, എന്തിനാണ് ഈ മാറ്റമല്ല കൊണ്ടുവന്നത്? നോക്കൂ, നിങ്ങൾ ഇശാഇന്റെ ബാങ്ക് ഇവിടെ നിന്ന് വിളിച്ചു, 8 മണിക്ക് വിളിച്ചു. തൊട്ടടുത്ത സെക്കൻഡിലാണ് അടുത്ത പള്ളിയിൽ നിന്ന്, അടുത്ത പള്ളിയിൽ അടുത്ത സെക്കൻഡിലാണ്, അടുത്ത സെക്കൻഡിലാണ് അപ്പുറത്തെ പള്ളിയിൽ. ഉദയാസ്തമനത്തിൽ മാറ്റമല്ല വരുത്തിയത് കൊണ്ട് ഓരോ സെക്കൻഡ് മാറി 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 അടുത്ത മണിക്കൂറുകൾ കേരളത്തിന്റെ, കർണാടകയുടെ, തമിഴ്നാടിന്റെ, മഹാരാഷ്ട്രയുടെ, മധ്യപ്രദേശിന്റെ, ബീഹാറിന്റെ, ഗുജറാത്തിന്റെ, കശ്മീരിന്റെ അതിർത്തികൾ കടന്ന് മനുഷ്യരെവിടെയുണ്ടോ അവിടങ്ങളിലെല്ലാം പള്ളികളിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നുണ്ട്. 5 നേരം 10 തവണകൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് മിനാരങ്ങളിലൂടെ വിളിച്ചു പറയപ്പെടുന്നുണ്ട്. വറഫഅനാ ലക ദിക്റക, അങ്ങയുടെ സ്മരണയെ നാം ഉയർത്തി നബിയേ. ഇങ്ങനെ നോക്കിയാൽ 24 മണിക്കൂറിലെ ഒരു സെക്കൻഡും മുറിയാതെ വിളിച്ചു പറയപ്പെടേണ്ട നാമമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നോക്കൂ നിങ്ങൾ, ലോകത്തൊക്കെ ഒരൊറ്റ സ്റ്റാൻഡേർഡിലാണ് സമയമെങ്കിൽ ഇവിടെ നിന്ന് കൊടുത്ത അതേ സമയത്ത് തന്നെ ളുഹുറിൽ അമേരിക്കക്കും ബാങ്ക് കൊടുക്കും. അതുകൊണ്ട് പാടില്ല. ഒരൊറ്റ സ്ഥലത്ത് ഒരൊറ്റ പോലെ എല്ലാ സ്ഥലത്തും ഒരേ സമയത്ത് ബാങ്കാണെങ്കിൽ
ഒരേ സ്ഥലത്ത് ഒരേ സമയത്തുള്ളതുപോലെ ഒരേ സ്ഥലത്തുള്ളതുപോലെ സകല സ്ഥലത്തും ബാങ്ക് വിളിച്ചാൽ ഒരു ദിവസം 5 തവണ അള്ളാഹുവിന്റെ ഹബീബിന്റെ പേര് പറഞ്ഞവിടെ നിർത്തിപ്പോകും. അത് പാടില്ല. ചില പണ്ഡിതന്മാർ ഈ ആയത്തിന് ഇങ്ങനെ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാത്തിൽ ലിഉലിൽ അൽബാബ്. സമയമാറ്റം സൂചിപ്പിക്കുന്നതും ഹബീബിന്റെ മദ്ഹ് തന്നെ. ഹബീബിന്റെ പേരിങ്ങനെ പറയപ്പെടേണ്ടതുണ്ട്, നിലക്കാതെ പറയപ്പെടേണ്ടതുണ്ട്. ആരാ സഹോദരങ്ങളെ ബുദ്ധിയുള്ളവർ? അവരാ ചിന്തിക്കേണ്ടത്. ബുദ്ധി എന്ന് പറഞ്ഞാൽ ഉലുൽ അൽബാബ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഡോക്ടർമാരാണോ? എഞ്ചിനീയർമാരാണോ? ലോകത്ത് വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ശാസ്ത്രജ്ഞന്മാരാണോ? ഒരു ലോകത്തെ ഒരു സെക്കൻഡ് കൊണ്ട് ചുട്ടരിക്കാൻ പര്യാപ്തമായ അത്യാധുനിക യന്ത്രങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണോ? ഒരിക്കലുമല്ല. ബുദ്ധിയുള്ളവരാരാണ്? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലൻ സുബ്ഹാനക ഫഖിനാ അദാബൻ നാർ. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകളാണ് അവർ. ബുദ്ധിയുള്ളവർ. അവർ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്നവരാണ്. അവർ അല്ലാഹുവിനെ ഓർമ്മിക്കുന്നവരാണ്. ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. നിന്നിട്ടവർ ദിക്ർ ചൊല്ലുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്. ഇരുന്നിട്ടവർ ദിക്ർ ചൊല്ലുന്നുണ്ട്, സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്നുണ്ട്. കിടന്നാലും അവർ റബ്ബിൽ തന്നെ ലയിക്കുന്നുണ്ട്, ഹബീബിനെ മനസ്സിൽ കൊണ്ടുവരുന്നുണ്ട്. ആകാശഭൂമിയുടെ കൗതുകകരമായ സൃഷ്ടിപ്പിൽ അവർ ചിന്തിക്കുകയാണ്. എന്നിട്ട് അവർ പറയണത് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ. പടച്ച റബ്ബേ, നീ ഇതൊന്നും വെറുതെ പടച്ചതല്ല. ഇതൊന്നും നീ വെറുതെ പടച്ചതല്ല. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് വളരെയേറെ കൗതുകവും അത്ഭുതവും ഉള്ളതാണ്. ഒരാൾക്കും അതിൽ ന്യൂനത കണ്ടെത്താൻ കഴിയില്ല. നോക്കൂ നിങ്ങൾ, പാമ്പ് അതിനെന്തിനാണ് അള്ളാഹു തആല പഠിച്ചത്? അതിനെക്കൊണ്ട് എന്താണ് ഗുണം? കാഞ്ഞങ്ങാട് നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, നമ്മുടെ സുഹൃത്ത്, ഞാൻ അവിടെ മുമ്പ് വയലിന് പോയപ്പോൾ മുമ്പ് തന്നെ ഇതിന്റെ ക്യാമറയിൽ ഇങ്ങനെ പിടിക്കുന്ന ഒരു സ്വഭാവം ആ ചെറുപ്പക്കാരൻ, എല്ലാ ഉസ്താദന്മാരുടെയും വയൽ പിടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഉമറുൽ ഫാറൂഖ്, പഴയ കടപ്പുറത്തുള്ള ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. കുടുംബത്തിന് അള്ളാഹു സലാമത്ത് നൽകട്ടെ. നമുക്കൊക്കെ അള്ളാഹു അത്തരം അപകടങ്ങളെ തൊട്ട് രക്ഷ നൽകട്ടെ. സഹോദരങ്ങളെ, പാമ്പ് അള്ളാഹു തആല നല്ല ജീവിയാണെന്ന് അറിഞ്ഞിട്ട് പടച്ച് ലാസ്റ്റ് പടച്ചു നോക്കുമ്പോൾ കുടുങ്ങിപ്പോയി. അങ്ങനെയാ? ഏയ് അല്ല. പാമ്പിനെ കൊണ്ട് ചില നന്മകൾ ലോകത്തുണ്ട്. എന്താണത്? ചിപ്പിയിലേക്ക് മഴവെള്ളം ഇറ്റിയാൽ അതപ്പോൾ തന്നെ മുത്തായി മാറും. പാമ്പിന്റെ നാവിലാണ് ആ വെള്ളം ഇറ്റുന്നതെങ്കിൽ അത് വിഷമായി മാറും. ഭൂമി ലോകത്ത് എത്രയോ ഭൂമിയുടെ ഉപരിതലത്തിൽ ഉഗ്രവിഷങ്ങളുണ്ട്. മനുഷ്യന്റെ ഭക്ഷണത്തിലേക്ക് കലരേണ്ട, വെള്ളത്തിലേക്ക് കലരേണ്ട ഒരുപാട് വിഷങ്ങളുണ്ട്. അതൊക്കെയും സ്വരൂപിച്ചിട്ട് സുരക്ഷിത സ്ഥലത്ത് സൂക്ഷിക്കുന്ന ജീവിയാണ് പാമ്പ്. പാമ്പിന്റെ വായിലും വയറ്റിലുമാണ് വിഷങ്ങളൊക്കെ. ഞാൻ സിംഗപ്പൂർ പോയിരുന്നു മുമ്പ്. അവിടെ എന്നോട് എന്നെ കൂടെ കൊണ്ടുപോയ ആൾ പറഞ്ഞു, ഉസ്താദേ, ഇവിടെ ഇങ്ങോട്ട് കടിക്കാത്ത സകലതിനെ അങ്ങോട്ട് കടിക്കുന്നു. അധികവും ചൈനക്കാരാ. പാറ്റനെ വരെ ഇവർ തിന്നും. ഞാനൊരു സ്ഥലത്ത് ഇന്ത്യൻ മുസ്ലിം ഫുഡ് എന്ന് എഴുതിയിട്ടുണ്ട് ഒരു സ്ഥലത്ത്. അപ്പോൾ ഇയാളെ കൂടെ ആളെ കാര്യം നോക്കുമ്പോൾ അപ്പുറത്തെ സ്ഥലത്തുണ്ട് ഇങ്ങനെ നീണ്ടു നിൽക്കണം, പലതും പൊരിച്ചിട്ട് തൂക്കിയിട്ട്. നമ്മുടെ നാട്ടിൽ കോഴിയൊക്കെ തൂക്കിയ പോലെ പാമ്പിനെയും തേളിനൊക്കെ പൊരിച്ചിട്ട് ഇങ്ങനെ റാഹത്തിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. ഭയാന ജല്ല ജലാലു അത്ഭുതപ്പെട്ടു പോയി. ഇവനെ ഭക്ഷണം കഴിക്കാൻ ഇപ്പുറത്തെ സ്ഥലത്തു നിന്ന് എത്രയോ ദിവസം പട്ടിണി കിടന്ന് റൂമിൽ പോയിട്ട് ഉണ്ടാക്കി തിന്നേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, അങ്ങനെ എല്ലാറ്റിനെയും മനുഷ്യൻ ഉപയോഗിക്കുന്നുണ്ട്. പോകട്ടെ, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് വല്ലാത്ത അത്ഭുതമുള്ള സൃഷ്ടിപ്പാണ്. നമ്മുടെ ഉസ്താദ് ഒരു കഥ പറഞ്ഞു തീർക്കുകയാണ്. ഒരാൾ പടച്ചോൻ്റെ സൃഷ്ടിപ്പിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. ഒരാൾ ചിന്തിക്കണം, ഇങ്ങനെ ചിന്തിച്ചിട്ട് ചിന്തകനായി നടക്കുന്ന ഒരാൾ. എല്ലാം വിമർശന ബുദ്ധിയോടെ ഇയാൾ കാണുക. ഇയാൾ ഇങ്ങനെ നടന്നൊരു കണ്ടത്തിൻ്റെ അടുത്തുകൂടെ, കണ്ടം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, വയൽ, അതിൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ പോകുമ്പോൾ വള്ളി ഇങ്ങനെ എഴഞ്ഞു നീങ്ങാണ്. അപ്പോൾ ഇയാൾക്ക് തോന്നി ഈ വള്ളിക്കൊരു നല്ല കനമുള്ള തണ്ട് കൊടുത്തിരുന്നെങ്കിൽ, അള്ള കൊടുത്തിരുന്നെങ്കിൽ ഇതിങ്ങനെ നീണ്ടു നിൽക്കുമായിരുന്നു. നോക്കുമ്പോൾ അതിൻ്റെ തലയുണ്ട്, പാമ്പിൻ്റെ തല പോലെ ഉയർന്നു നിൽക്കുകയാണ്. പക്ഷേ വിടണില്ല, അടിയിലെ സ്പ്രിങ് ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്.
ഇതിൻ്റെ തല ഇങ്ങനെ പോകാൻ നോക്കുമ്പോൾ അടിയിൽ ഓരോ കണ്ണിയിലും സ്പ്രിങ് നിലത്തോട് ഭൂമിയോട് അല്ലെങ്കിൽ മരത്തോട് എങ്ങനെ ഒട്ടിയിട്ട് നിലത്ത് തന്നെ പിടിച്ചു നിർത്തുകയാണ്. അപ്പോൾ ഇയാൾക്കൊരു സങ്കടം തോന്നിപ്പോയി, പാവായിപ്പോയി ഈ വള്ളിന്ന്. കുറച്ചും കൂടെ ഇയാൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ വലിയൊരു ബത്തൊക്കെ ഉണ്ട് തലക്ക്. ഇയാളിങ്ങനെ ചിന്തിച്ചു, പടച്ച റബ്ബേ, താനേ എണീച്ച് നിൽക്കാൻ കഴിയാത്തൊരു വള്ളി, അതിൻ്റെ മേലെ അത് എണീക്കാൻ വേണ്ടി നോക്കുമ്പോൾ താഴ്ന്ന് പിടിച്ചിട്ട് എങ്ങനെയും പൊക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ വലിയൊരു ബത്തൊക്കെ അതിൻ്റെ തലക്ക് കൊടുത്തിരിക്കുകയാണ്. ഇവന് തോന്നി, എന്തൊരു ഇപ്പണി എത്ര ശരിയായില്ല. പടച്ചോൻ്റെ പണി കുറ്റം കണ്ടെത്തുകയാണ് ഇവൻ ഇങ്ങനെ ചിന്തിച്ച്, ഏതായാലും ഇതത്ര ശരിയായില്ല. കുറേ നടന്ന് ഇവനിങ്ങനെ പോവാണ്. അപ്പോൾ ഇവനൊരു അല്പം ക്ഷീണം പറ്റി. അപ്പോൾ കൊണ്ട് വലിയൊരു മരം, ആലുമരം. അപ്പോൾ ആ മരത്തിൻ്റെ അടുത്ത് ഇവന് തറയൊക്കെ കെട്ടിയിട്ടുണ്ട്, ആളുകളൊക്കെ വിശ്രമിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഇവൻ തോന്നി ഇവിടെ ഒന്ന് കടമക്കാം. അങ്ങനെ മലർന്ന് ഇവൻ അവിടെ കിടന്നു. വലിയ മരമാണ്, ഭീകരനായ മരം. ഈ മരത്തിൻ്റെ മേലെ നോക്കുമ്പോൾ ഒരുപാട് വലിയ വലിയ ഇലകളുണ്ട്, കൂട്ടലുണ്ട് വളരെ നിസാരമായ കായ, ചെറിയ പഴം, ചെറിയ കായ ഈ മരത്തിൻ്റെ മേലെ. അപ്പം ഇവന് വല്ലാത്തൊരു വൃത്തികേട് തോന്നിപ്പോയി. കാരണം നേരത്തെ ആ എഴുന്നേക്കാൻ പറ്റാത്ത വള്ളിൻ്റെ മേലെ വത്തൊക്കെ കൊടുത്ത പടച്ച റബ്ബ് ഈ വലിയ മരത്തിൻ്റെ സ്റ്റാൻഡേർഡിന് തീരെ യോജിക്കാത്ത നിലക്ക് വളരെ ചെറിയ കായ കൊടുത്ത് തീരെ ശരിയായില്ല. ആ വത്തൊക്കെ എടുത്തല്ലേ വേണ്ടത്, അതുപോലത്തെ കായ ഈ വലിയ മരത്തിൻ്റെ മേലല്ലേ വേണ്ടത്. ആ ചെറിയ വള്ളിക്ക് ഈ കായ കൊടുത്താൽ പോരെ എന്നിവനിങ്ങനെ ചിന്തിച്ചു. കാറ്റടിച്ച് ഉറങ്ങിപ്പോയി. കുറേ കഴിഞ്ഞപ്പോഴാണ് ഇവൻ്റെ മൂക്കത്താരോ കല്ലെറിഞ്ഞതായി ഇവന് തോന്നിയത്. ഇവൻ പെട്ടെന്ന് ഞെട്ടി ഇങ്ങനെ മൂക്ക് തടവിക്കൊണ്ട് നോക്കുമ്പോൾ അടുത്തുണ്ട് ഇതിൻ്റെ മേലെ നിന്നുള്ള കായ പൊട്ടി വീണതാ. അതെടുത്തിട്ട് ഇവൻ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഇവൻ ആലോചിച്ചു, മൂക്കിന് നല്ല വേദനയാണ്. അപ്പോൾ ഇവനിങ്ങനെ ആലോചിച്ചു, പടച്ച റബ്ബേ, നേരത്തെ ഞാൻ ഉറങ്ങുമ്പോൾ ചിന്തിച്ചെന്താ, ആ വത്തൊക്കെ ഇടിയും ഈ സാധനം അവിടെയും വേണമെന്നല്ലേ. യഥാർത്ഥത്തിൽ ഞാൻ ഇവിടെ ഉറങ്ങുമ്പോൾ ആ വത്തൊക്കെ ഇതിൻ്റെ മേലെയാണ് ഉണ്ടായിരുന്നതെങ്കിൽ എൻ്റെ മൂക്ക് അച്ചാറായിട്ടുണ്ടാവൂലേ. ജനങ്ങൾ തടലിന് വേണ്ടി ഉപയോഗിക്കുന്ന ആലുമരത്തിൻ്റെ മേലെ ചെറിയ കായ്. എന്തിനാത്? അത് അലാറം വെക്കാനാ, ഉറക്ക് കറക്റ്റ് ടൈമിന് എണീക്കാൻ വേണ്ടി ഓരോരുത്തരുടെ മൂക്കിനിട്ട് കൊടുക്കാൻ.